ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂട്യൂബ് തുറക്കുമ്പം നമുക്ക് ഒരുപാട് ലൈവായിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ നജില ഷാൻ. ആദ്യം അവരുടെ ചാനലിന്റെ പേര് എനിക്ക് തോന്നുന്നു മസ്റൂറ ഫാത്തിമ, അവരുടെ മൂത്ത മകളുടെ പേരായിരുന്നു. പിന്നെ ആള് നാലാമതൊരു വിവാഹം കഴിച്ചേരെ ചാനലിന്റെ പേര് മാറ്റിയിട്ട് നജില ഷാൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും നജില നജിയോ അങ്ങനെ എന്തോ ആണ് ആളുടെ യൂട്യൂബിന്റെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അതിൽ ഞാൻ അവരുടെ വീഡിയോസും ലൈവും അതുപോലെ അതിൻ്റെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ട നേരത്തെ അതിൽ ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടു. എന്തിനാണ് ആ ഉമ്മയിൽ നിന്ന് ആ മകളെ മാറ്റിയത്? ഇത്രയും കാലം ഒരു ബാപ്പയില്ലാത്തൊരു കുട്ടിയെ ഇത്രയും കാലം വളർത്തിയത് ആ ഒരു കുട്ടിയുടെ ഉമ്മയല്ലേ? അപ്പോൾ ആ ഉമ്മയിൽ നിന്ന് ആ കുട്ടിയെ മാറ്റിയത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മക്കളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? നമുക്ക് ഏറ്റവും അല്ല തന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമുക്ക് നാളത്തേക്കുള്ള നമുക്ക് ജീവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നാളെയും നമ്മൾ ജീവിക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മക്കളാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അല്ലെ, നമ്മൾ ഇപ്പം ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നാളെ സ്കൂളിലതുകൊണ്ട് നാളെ അവർക്ക് എന്ത് ലഞ്ചിന് കൊടുത്തയക്കാം, എന്ത് സ്നാക്സ് കൊടുത്തയക്കാം, നാളെ രാവിലെ അവർക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോ മാതാവും രാത്രി ഉറങ്ങുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു ഉമ്മയിൽ നിന്നൊരു മകളെ വേർപിരിക്കുക, അപ്പൊ ആ ഉമ്മ ലൈവിൽ കിടന്ന് കരയുമ്പോൾ അത് കാണുന്ന ഓരോരുത്തർക്കും അത് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നജിലയുടെ കാര്യത്തിലേക്ക് വരുമ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നജില ഷാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള റഹീമിനുള്ള മകളാണ് ഈ മസ്റൂറ ഫാത്തിമ. അതിന്റെ ശേഷം അവർ വേറൊരു വിവാഹം കഴിച്ചു, അതിലൊരു മകനുണ്ട്. പിന്നെ വേറൊരു വിവാഹം കഴിച്ചു, അതിലൊരു മകനുണ്ട്. ഇപ്പോൾ നാലാമത് അവരൊരു വിവാഹം കഴിച്ചു, അതിലവർ ഗർഭിണിയാണ്. അപ്പം ഈ ഒരു സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ചൈൽഡ് ലൈൻ വരുന്നതും കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യമാണ്, നമ്മുടെ സ്വത്താണെന്നത് പോലെ തന്നെ അവർ ഈ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നാളത്തെ അതായത് ന്യൂ ജനറേഷൻ ആണ് അവരല്ലേ, നാളത്തേക്കുള്ള ഭാവി വാഗ്ദാനങ്ങളാണ്. നാളത്തേക്കുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റിനൊക്കെയാണ് നമ്മൾ ഇന്ന് വളർത്തുന്ന മക്കൾ. മാഷാ അല്ലാ. അതുപോലെ തന്നെ അവര് സുരക്ഷിതരാക്കാന്നുള്ളത് മാതാപിതാക്കളുടെ പോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിനും അതിലൊരു വലിയ പങ്കുണ്ട്. അപ്പം ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു തോന്നല് ആ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ മഹലിലോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലൊക്കെ തോന്നിയാൽ അവർ ആ കുട്ടീനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നജിലയുടെ അടുത്തുനിന്ന് മസ്റൂറിനെ മൊത്തമായിട്ട് അടർത്ത് മാറ്റി കൊണ്ടായതൊന്നല്ല, നജിലയുടെ മാതാപിതാക്കളുടെ കയ്യിലാണ് ഈ കുട്ടി ആക്കിയിട്ടുള്ളത്. നജിലയുടെ വീടിന്റെ തൊട്ട് മുന്നിലത്തെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു മസ്റൂറ ഫാത്തിമ ഉണ്ടാവുക. നജിലയ്ക്ക് എപ്പം വേണമെങ്കിലും കൊണ്ടുപോവാം, നജിലയുടെ കൂടെ കൊണ്ടുപോവാം, പുറത്ത് കൊണ്ടുപോവാം, വീട്ടിൽ കൊണ്ടുപോവാം, പഠിപ്പിക്കാം, ഒക്കെ ചെയ്യാം. നജിലയുടെ ഭർത്താവ് ഇപ്പം നിലവിലുള്ള ഷാന് വീട്ടിലുള്ള സമയത്ത് ഇത് പാടില്ല എന്ന് എന്തോ ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വരുന്നത്. കാരണം കുട്ടിക്ക് ഷാനിന് ഭയമാണ്. ഈ ഒരു ഷാൻ എന്ന് പറയുന്ന വ്യക്തി നല്ല മദ്യപാനിയാണ്. നല്ല മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യപിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ ഒരു ക്രിമിനലാണ്. ഇവൻ പിന്നീട് ക്രിമിനലിസം മാത്രമാണ് ഇവൻ കാണിക്കുക എന്നുള്ളത് ഈ ഒരു നജില ഒരുപാട് പ്രാവശ്യം ലൈവിലായാലും വീഡിയോസിലായാലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കൂടെ തൻ്റെ മകള് സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കേണ്ടിയിരുന്നത് ഈ നജിലയാണ്. പക്ഷെ ആൾക്ക് എന്താണ്, ആൾക്ക് ഷാനിനെ മതി. ആള് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. കാരണം എന്താ, അതിന്റെ ഒരു റീസണും ആളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ്, 3 വിവാഹം കഴിച്ചു, 3 ഓരോ കുട്ടികളെ കിട്ടി, ഇപ്പൊ 4മതൊരു വിവാഹം കഴിച്ചു, അതിലൊരു ഗർഭിണിയായിട്ട് ഇവനെ ഇനി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് പറയുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത് തെറ്റായി പോയിന്ന് ഈ ആര് പറയുന്നുണ്ട്? നജില തന്നെ പറയുന്നുണ്ട് ആൾക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നജിലയോട് പറയാനുള്ളത്, നജിലയുടെ തൊട്ട് മുമ്പിൽ തന്നെ അത് നജിലയുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയല്ലേ ഈ ഒരു കുട്ടിയുള്ളത്. അവൾ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കട്ടെ. ഈ കുട്ടി ചൈൽഡ് ലൈൻ പഞ്ചായത്തിൽ ഒരുപാട് മൊഴി കൊടുത്തിട്ടുണ്ട്. അവൾ മാനസികമായും ശാരീരികമായും ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആ മാതാവിന്റെ കണ്ണുനീരിനേക്കാളും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനാണ്. ആ കുട്ടി സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ഇതിൽ നോക്കേണ്ടത്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു മദ്യപാനിയുടെ കൂടെ പറ്റില്ലടോ. സ്വന്തം പിതാവ് പോലും മദ്യപിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തില് ആളുടെ
ആളുടെ മകളല്ല, വേറൊരു ഭർത്താവില് ആ നജിലക്ക് ഉണ്ടായ ഒരു കുട്ടീനെ ഈ ഷാൻ എന്തെങ്കിലും ചെയ്യോ ചെയ്യില്ല എന്നുള്ളതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ആ കുട്ടി എവിടെയാണോ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് അവിടെ ആ കുട്ടി സുരക്ഷിതയായി നിൽക്കട്ടെ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ നജിലയോട് പറയാനുള്ളത്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നജില. നമ്മൾ ഇപ്പം ഇതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അപ്പോത്തിന് ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വേണ്ടവരൊക്കെ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ട ഭാഗങ്ങൾ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നജില സ്വന്തം മാതാവിനെ പറ്റി പറയുന്നത്? ഇത് കേട്ടിട്ടല്ല നിന്റെ മക്കൾ വളരുക. ഇന്ന് പറഞ്ഞു എൻ്റെ മകൾ എനിക്കെതിരെ കളവ് പറഞ്ഞു, അവൾക്ക് ഞാൻ കൊടുത്തതിനൊന്നും നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ നിന്നെ കണ്ടിട്ടാണ് വളരുന്നത്. നീ നിന്റെ മാതാവിന് എന്തൊക്കെയാണ് പറയുന്നത് നീ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കൂ. ആരെങ്കിലും ഒരാൾ അങ്ങനെയൊക്കെ പറയോ നിജില? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നാളെ ഒരിക്കൽ നീ ഇത് പശ്ചാത്തപിച്ച് നീ ഇതിന് പഠിച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയാലും ഇത് ഇവിടെ കിടക്കും. ഇത് കാണേണ്ടവർ പിന്നെയും കാണും. എടുത്തു വെച്ചിട്ടുള്ളവർ ഇതിന്റെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് വരും. എനിക്കിതിൽ ഒരുപാട് ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് ഇതിൽ നെജിലയുടേത് കാണിച്ചു ചെയ്യണം എന്ന് തന്നെയുണ്ട്. ഞാൻ പിന്നെ കൂടുതലൊന്നും ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് തരും, എന്തായാലും നെജില സ്ട്രൈക്ക് തരും. അതുകൊണ്ട് തന്നെയാണ്. എങ്കിലും ഞാനൊരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ കാണിക്കാം. ഇപ്പം യൂട്യൂബിൽ നജില ഷാനും അതുപോലെ ബീൻ ഫാമിലിയും ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പറ്റിയിട്ട് ഒരാളും ഇവരെ പറ്റിയിട്ട് ഒരാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചൊക്കെയാണെങ്കിൽ രണ്ടാളെ കയ്യിലും പ്രോപ്പറായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് മസ്റൂറ ഫാത്തിമേനെ പറ്റിയിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് CBSE ആണ് ഞാൻ പഠിപ്പിച്ചത്. ഇപ്പോൾ അവളെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ആക്കി അവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ വേണ്ട, അതൊക്കെ ഒരു മാതാവിന്റെ കൺസേൺ തന്നെയാണ് അല്ലെ. നമ്മുടെ മക്കളെ CBSE പഠിപ്പിക്കണം എന്നുള്ളത് ഏതൊരു മാതാവിന്റെയും ഒരു കൺസേൺ തന്നെയാണ്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നം എന്തായാലും വരില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂളും നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ല വെൽ എഡ്യൂക്കേഷൻ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ കഴിവിനനുസരിച്ച് എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെ തന്നെ അവർ പഠിപ്പിക്കട്ടെ. പിന്നെ ഇപ്പോഴത്തെ നമുക്കൊരു കുട്ടിയുടെ ഒരു സേഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പം ആ ഉമ്മുമ്മാൻ്റെയും ഉപ്പുപ്പാൻ്റെയും കൂടെ താമസിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നെജിലയുടെ ലൈവിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ചാക്ക് നിറയെ എന്താ പറയുക ആ ഷാൻ കുടിച്ച മദ്യത്തിന്റെ കുപ്പികൾ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. MDMAന്റെ ആൾക്കാരായിട്ടാണ് കമ്പനി എന്ന് പറയുന്നുണ്ട്. നെജിലനെ അടിച്ചിട്ടുണ്ട്, മസ്റൂറയുടെ ചെവിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം കുറച്ച് വെള്ളമല്ലേ ആയിട്ടേ ഉള്ളൂ എന്ന് ഭയങ്കര ലഘൂകരിച്ചിട്ടാണ് ഇന്നലെ നജില അത് സംസാരിക്കുന്നത്. പക്ഷെ അത് വെച്ചിട്ട് ആ കുട്ടി അനുഭവിച്ചത് ഒരുപാട് നമ്മൾ കണ്ടതാണ്. കുട്ടിയുടെ ചെവി രണ്ടും പഴുപ്പായി, പെട്ടെന്ന് എണീക്കാൻ പറ്റാണ്ടായി, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം കുട്ടി ആ ഒരു കുട്ടി ഒരു ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. ആ ട്രോമയുടെ ആ ഒരു ആഘാതം എത്രയാന്നുള്ളത് ആ കുട്ടിക്ക് മാത്രമേ അത് മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പം അറിയാത്ത പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്, പെറ്റമ്മയിൽ നിന്നും കുട്ടിയെ അടർത്തി മാറ്റി കൊണ്ടുപോയിട്ടൊന്നുമില്ല. കുട്ടിയുടെ ഉപ്പുപ്പാന്റെയും ഉമ്മുമാന്റെയും സംരക്ഷണത്തിൽ അവരുടെ അടുത്തായിരിക്കും ആ കുട്ടി രാത്രി ഉറങ്ങുക. അല്ലാത്ത സമയത്ത് കുട്ടിക്ക് മാതാവിന്റെ അടുത്ത് വരാൻ പറ്റും, കാണാൻ പറ്റും, കൂടെ പോകാൻ പറ്റും. പക്ഷെ അവിടെ ഷാൻ ഉണ്ടാകാൻ പാടില്ല. കുട്ടിക്ക് ഷാനിനെ പേടിയാണ് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. അപ്പം ഇത്രയാണ് നെജില ഷാൻ മസ്റൂറ ഫാത്തിമയുടെ മാതാവിനെയും പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.